എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ ഈ ഫ്രീ ക്രാഷ് കോഴ്സിന്റെ അടുത്ത കമ്പ്യൂട്ടർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? എത്തിക്കൽ ഇഷ്യൂസ്, പ്രൊഫഷണൽ കോഡ്സ് ഓഫ് കണ്ടക്ട്, എത്തിക്കൽ അനാലിസിസ്, ആ ടൈപ്പിലെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, പിന്നെ അക്കൗണ്ടബിലിറ്റി, ലയബിലിറ്റി, പിന്നെ സെക്യൂരിറ്റി കൺട്രോള്, സിസ്റ്റം കൺട്രോള് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ടോപ്പിക്കിലോട്ട് പോയാൽ ഫസ്റ്റ് നമ്മളോട് പറയുന്നത് എന്താണ്? പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. ഇത് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്താ പറയുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ദ മോറൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ഓർ ഓർഗനൈസേഷൻസ് ഹാവ് ഓവർ ദി യൂസ് കൺട്രോൾ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ പ്രോപ്പർട്ടി. എന്താണ്? ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മോറൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് എന്തിന്? ടു ഹാവ് യൂസ് കൺട്രോൾ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ദ പ്രോപ്പർട്ടി. അവരുടെ പ്രോപ്പർട്ടിയുടെ മേലുള്ള അവരുടെ യൂസും കൺട്രോളും ട്രാൻസ്ഫറും ഒക്കെ എന്താണ്? അതിനെ ബേസ് ചെയ്ത് മോറൽ ആൻഡ് ലീഗൽ റൈറ്റ്സിനെ പറ്റിയാണ് എന്ത് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ മേലുള്ള ഒരു എന്താണ് ഒരു അധികാരം കാണത്തില്ലേ? ആ അധികാരത്തിനെ എടുത്ത് പറയുന്ന എന്താണ്? അതിന് മേലുള്ള ഒരു മോറൽ ആൻഡ് ലീഗൽ റൈറ്റ്സിനെയാണ് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് ബേസിക്കലി പറയുന്നത്. അതെന്താ പറയുന്നത്? They grant creators exclusive right to use, sell, license or prevent others from copying their innovations. എന്താണ്? ഇപ്പോൾ ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ എന്തെങ്കിലും ഒന്ന് കാണുമല്ലോ, അതിന്റെ മേലുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ്സ് എന്താണ്? അതിനെ യൂസ് ചെയ്യുക, അതിനെ സെല് ചെയ്യുക, അതിനെ ലൈസൻസ് ചെയ്യുക, എന്താണ്? പ്രിവെന്റിങ് അതേഴ്സ് ഫ്രം കോപ്പിങ് ദർ ഇന്നോവേഷൻസ്. ആ ടൈപ്പിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു സംഭവം വേറൊരാൾ കോപ്പി ചെയ്യാതിരിക്കാൻ നോക്കുക. എന്നിട്ട് എന്താണ്? ദെയർബൈ സേഫ് ഗാർഡിങ് ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഫോസ്റ്ററിങ് എ കോമ്പറ്റേറ്റീവ് ടെക്നോളജി ഇൻഡസ്ട്രി. വേറൊരാൾ നമ്മുടെ ഐഡിയ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ എന്താണ്? ആ ഐഡിയ ഒരാൾ എടുക്കാതെ അവർ സ്വയം ഒരു ഐഡിയ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പുഷ് ചെയ്ത് വിടുക. അത് അങ്ങനെയല്ലേ ഇത് കോമ്പറ്റേറ്റീവ് ആവത്തുള്ളൂ. അപ്പൊ എന്താണ്? ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ പല പല ഐഡിയാസ് കൊണ്ടുവന്ന് അതിനെ ഇന്നോവേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റ്സ് ആണ് എന്ത് പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എന്താണ്? ടാഞ്ചിബിൾ ഉണ്ട്, ഇൻടാഞ്ചിബിൾ ഉണ്ട്. നമുക്ക് ടാഞ്ചിബിൾ ഇവിടെ ആവശ്യമില്ല, കാരണം അത് ബേസിക്കലി എല്ലാവർക്കും ഉള്ള കാര്യങ്ങളാണ്. എന്ത് ഹൗസസ്, ഓഫീസ്, ബുക്സ് ഒക്കെ ബേസിക്കലി ഉള്ള നോർമൽ കാര്യങ്ങളാണ്. നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. അതായത് എന്താണ്? അതിൽ വരുന്നതാണ് ഇൻവെൻഷൻസ്, ഐഡിയാസ്, അല്ലെങ്കിൽ പേപ്പർ പബ്ലിക്കേഷൻസ്, അങ്ങനത്തെ പല പലമായിട്ട് കാര്യങ്ങൾ. നമുക്കതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നേരിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഐ പി ഈസ് എ കാറ്റഗറി ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് റെപ്രസെന്റിങ് ദ ക്രിയേഷൻ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്സ്. എന്താണ്? പല പല ആൾക്കാരുടെ മനസ്സിൽ ഉദിക്കുന്ന ഇൻവെൻഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ്, ആ തരത്തിലുള്ള കാര്യങ്ങൾ എന്താണ് റെപ്രസെന്റ് ചെയ്യാനാണ് എന്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുത്തേക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ, WIPO, ഓർത്ത് വെച്ചോണേ, WIPO ഇതൊരു US ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. എന്തിന്? ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉള്ള ആ റൈറ്റ്സിനെ നമ്മൾ എന്താണ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് കാണിക്കാൻ വേണ്ടി അവര് US സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരെന്താ പറയുന്നത്? IP സിസ്റ്റംസ് സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ encouraging individual innovators and fostering broad public access and creativity. എന്താന്ന് പറയുന്നത്? സിസ്റ്റംസ് സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ എൻകറേജിങ് ഇൻഡിവിജ്വൽ ഇന്നോവേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ എന്തെങ്കിലും ഐഡിയ ഇൻവെൻഷൻ വേറെ ഒരാൾ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും കോമ്പറ്റീഷൻ ഉണ്ടാവത്തില്ലല്ലോ. സോ അങ്ങനെ ചെയ്യാതിരിക്കാനും അവർക്ക് സ്വയം ഒരു ഐഡിയ വന്നും സ്വയം ഒരു അവർ ഇൻവെന്റ് ചെയ്യാനും അവരെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരെ എൻകറേജ് ചെയ്യുന്നു. അതാണ് എന്ത് ഈ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ നമ്മളോട് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോസ്റ്ററിങ് ബ്രോഡ് പബ്ലിക് ആക്സസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആ നമ്മുടെ പല ഐഡിയാസും പല പല കാര്യങ്ങളും പബ്ലിക് ആക്സസ് നമുക്ക് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റും, അവർക്ക് അതിനകത്തുള്ള അഡ്വാൻറ്റേജസ് എടുക്കാൻ പറ്റും എന്നൊക്കെയാണ് WIPO നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് തന്നെ കാറ്റഗറീസ് ഉണ്ട്. അതിൽ ഒന്നാണ് കോപ്പിറൈറ്റ് ആണ്, ഉണ്ട്. രണ്ട് പേറ്റന്റ് ആണ്, ട്രേഡ് മാർക്ക് ഉണ്ട്, ട്രേഡ് സീക്രട്ട് ഉണ്ട്. ഈ കോപ്പിറൈറ്റ് ഒക്കെ നിങ്ങൾ യൂട്യൂബിലും പലയിടത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊക്കെയാണ് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താ പറയുന്നത്? കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എന്താ പറയുന്നത്? പ്രൊട്ടക്ട്സ് ഒറിജിനൽ ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക് സച്ച് ആസ് ബുക്സ്, മ്യൂസിക്, മൂവീസ്, സോഫ്റ്റ്വെയർ കോഡ് ആൻഡ് ആർക്കിടെക്ചറൽ ഡിസൈൻസ്. എന്താണ്? ഒറിജിനൽ ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്. ഒരാളുടെ ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതായത് ബുക്ക്, അല്ലെ ഒരാളുടെ കമ്പോസ് ചെയ്ത മ്യൂസിക്, ഒരാളുടെ എടുത്ത സിനിമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുക. ക്രിയേറ്റീവ് ആൻഡ് ആർട്ടിസ്റ്റിക് വർക്ക്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് കോപ്പിറൈറ്റ്സിനുള്ളത്. എന്താണ്? കോപ്പിറൈറ്റ് പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം കോപ്പിയിങ് ഓർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ വർക്ക് വിത്തൗട്ട് ദ ക്രിയേറ്റേഴ്സ് പെർമിഷൻ. എന്താ പറയുന്നത്? അത് എന്താണ്? വേറൊരാളുടെ ഒറിജിനൽ സാധനത്തിനെ മറ്റൊരാൾ അത് കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ അത് വേറൊരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനിരിക്കാനോ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. എന്ത് മാത്രം ക്രിയേറ്ററിന്റെ പെർമിഷൻ ഇല്ലാതെ,
ക്രിയേറ്റിന്റെ പെർമിഷൻ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ ആ പെർമിഷൻ, ആ പ്രോപ്പർ ആയിട്ടുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതെല്ലാം കോപ്പിറൈറ്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പൊ യൂട്യൂബിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേറൊരാളുടെ പാട്ടൊക്കെ നമുക്ക് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞ് അവരുടെ ഇതിൽ വരും. മീൻസ് അവരുടെ ഒരു പാട്ട് നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കോ നമ്മുടെ ഏതെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിച്ചെങ്കിൽ അന്നേരം ഇത് കോപ്പിറൈറ്റ് ക്ലെയിം ആയിട്ടാണ് വരുന്നത്. സോ അതാണ് ആക്ച്വലി കോപ്പിറൈറ്റിന്റെ യൂസ്. വേറൊരാളുടെ സാധനം നമ്മൾ എടുത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവമാണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർമിഷൻ ഇല്ലാതെ, പെർമിഷൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് കോപ്പിറൈറ്റ് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയാൽ പേറ്റന്റ്. പേറ്റന്റ് എന്ന് നമ്മൾ പറയുന്നത് protects new and useful inventions such as mechanical devices, chemical formulas or manufacturing processes. പേറ്റന്റ് ഇപ്പോൾ ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ ഒരു ഐഡിയ, അതെപ്പോഴും ആ സയന്റിസ്റ്റിന്റെ പേരിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ആ സയന്റിസ്റ്റിന്റെ ഡിസ്കവർ ചെയ്ത ഐഡിയ ആയതുകൊണ്ട് ആ സയന്റിസ്റ്റിന് അത് ആ പേറ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്താണ്, വേറൊരാള് ആ സയന്റിസ്റ്റിന്റെ ഇത് ആ ഇൻവെൻഷൻ അല്ലെ ഐഡിയ വെച്ച് വേറൊരാൾ അതിന്റെ പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളിപ്പം ഇപ്പം നമ്മൾ ലീഗൽ മെട്രോളജി പഠിക്കുമല്ലേ, ഫിസിക്സിൽ നമ്മൾ മെക്കാനിക്സിൽ ഫോർ എക്സാമ്പിൾ ബയോട്ട് സവാർട്സ് ലോ ഉണ്ട്. എന്താണ്, dB=μ0/4π ഐഡിയൽ സൈൻ θ/r² എന്നുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ. അപ്പം ആ സയന്റിസ്റ്റ് അത് ഡിസ്കവർ ചെയ്ത് അല്ലെ കണ്ടുപിടിച്ച ഒരു ഫോർമുല ആണ്. അതപ്പം വേറൊരാൾ ഉപയോഗിക്കാൻ അത് പറ്റത്തില്ല. കാരണം ആ സയന്റിസ്റ്റ് അത് കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഒരിക്കലും വേറൊരാൾ എടുത്തത് ഉപയോഗിക്കാൻ പാടില്ല. അത് ആ സയന്റിസ്റ്റിന്റെ പേരിൽ മാത്രമുള്ളതാണ്. അതിനെയാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. എന്താണ്, എ പേറ്റന്റ് ഗ്രാൻസ് ദ ഇൻവെന്റർ എ ടെമ്പററി മോണോപ്പൊളി ടു മേക്ക് യൂസ് ഓർ സെൽ ദെയർ ഇൻവെൻഷൻ. എന്താണ്, മേക്ക് യൂസ് ഓർ സെൽ ദി ഇൻവെൻഷൻ. അതാണ് പേറ്റന്റ് പറയുന്നത്. ഒരാളുടെ കാര്യം വേറൊരാൾ യൂസ് ചെയ്യാതെ അവർക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സെൽ ചെയ്യാം, അതേ പറ്റൂ എന്നാണ് പറയുന്നത്. അതൊരു കരാർ പോലെയാണ്. ലീഗലി അത് 20 വർഷത്തേക്കാണ് അത് വാലിഡ് ആയിട്ടുള്ളത്. പിന്നെ അത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഒരു പേറ്റന്റ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ എന്താണ്, ട്രേഡ് മാർക്സ് ആണ്. ട്രേഡ് മാർക്സ് എന്താണ് പറയുന്നത്, പ്രൊട്ടക്ട്സ് ബ്രാൻഡ് ഐഡന്റിഫയേഴ്സ് ഇൻക്ലൂഡിംഗ് വേർഡ്സ്, ഫ്രേസസ്, ലോഗോസ്, സിംബൽസ് ആൻഡ് പ്രൊഡക്റ്റ് ഷേപ്സ്. ഇതൊക്കെയാണ് നമ്മളോട് എന്താണ് പറയുന്നത്, ട്രേഡ് മാർക്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ കാർ കമ്പനീസിൽ ടൊയോട്ട ഉണ്ട്, ഹുണ്ടായി ഉണ്ട്, അവർക്കൊക്കെ ഓരോ എന്താണ് ലോഗോസ് ഇല്ലേ, അവരുടെ കമ്പനിയുടെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്യാൻ, അതിനെ തിരിച്ചറിയാൻ വേണ്ടി കുറെ നമ്മൾ സിമ്പിൾസ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിനെയൊക്കെയാണ് നമ്മൾ എന്താണ് ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ IT കമ്പനീസിലാണെങ്കിലും TCSന് ഒരു ട്രേഡ് മാർക്ക് ഉണ്ട്, അവർക്ക് ഒരു ലോഗോ ഉണ്ട്, IBMന് ഒരു ലോഗോ ഉണ്ട്. അപ്പൊ ആ ലോഗോ അല്ലെങ്കിൽ ആ സിമ്പിൾസിനെയാണ് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഇട്ടേക്കുന്ന ആ സാധനങ്ങൾക്കാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. അതെന്താണ്, നമ്മൾ ട്രേഡ് മാർക്കിനെ പറ്റി പറയുന്നത്, ട്രേഡ് മാർക്ക് പ്രിവെന്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ഫ്രം യൂസിങ് identical or similar markers that could confuse consumers about the source of a product or service. എന്നാണ്, prevent competitors from using identical or similar markets. ഇപ്പൊ നമുക്കറിയാം ടൊയോട്ടയുടെ ഒരു സിമ്പിൾ ഇങ്ങനെയാണെന്ന്, അത് വേറൊരാൾക്ക് അത് ഒഫീഷ്യലി അത് അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് വേറൊരാൾ എടുത്ത് അത് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ട്രേഡ് മാർക്ക് വയലേഷൻ വരുവാണ്. വേറൊരാളുടെ ഒരു പ്രോഡക്റ്റ് സിമ്പിൾ നമ്മൾ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ അതൊരു വയലേഷൻ വരുവാണ്. അപ്പൊ നമുക്ക് എന്താണ്, കൺസ്യൂമേഴ്സിന് മനസ്സിലാവും ഇത് ജെനുവിൻ ആണോ അത് ഫേക്ക് ആണോ എന്ന് മനസ്സിലാവും. അതൊരു തിരിച്ചറിയൽ കൂടാണ് നമ്മൾ എന്താ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ എന്താണ്, പലതരത്തിലെ ആൾക്കാർക്ക് ഈ ഒറിജിനൽ സാധനം തിരിച്ചറിയാൻ വേണ്ടി ഒരു മാർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ സിമ്പിൾ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് സീക്രട്ട് ആണ്. എന്താണ് പറയുന്നത്, പ്രൊട്ടക്ട്സ് കോൺഫിഡൻഷ്യൽ ബിസിനസ് ഇൻഫർമേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് എ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. എന്താണ്, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള വളരെ സീക്രറ്റീവ് ആയിട്ട് വെച്ചേക്കുന്ന ഒരു ബിസിനസ് ഇൻഫർമേഷൻ അത് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാത്ത ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. എന്തിനാണ്, ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിന് വേണ്ടി അവർ വെച്ചേക്കാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മളൊരു സാധനത്തിന്റെ ഐഡിയ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലേ, ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കാതെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ എന്നാലേ ആ പ്രോഡക്റ്റ് വളർന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അങ്ങനെ ചിന്തിക്കാം. ട്രേഡ് സീക്രട്ട് മസ്റ്റ് ബി കെപ്റ്റ് ആക്റ്റീവ്ലി കോൺഫിഡൻഷ്യൽ. വളരെ സീക്രട്ട് ആയിട്ട് വെക്കണം. ഫോർ എക്സാമ്പിൾ നോക്കുക, സീക്രട്ട് റെസിപ്പി, അൽഗോരിതം, ഒരു കസ്റ്റമർ ലിസ്റ്റ് ആൻഡ് ആർ പ്രൊട്ടക്റ്റഡ് ആസ് ലോങ് ആസ് ദി ഇൻഫർമേഷൻ റിമെയിൻസ് പ്രൈവറ്റ്. ഓക്കെ, ഇപ്പൊ ഈ സീക്രട്ട് റെസിപ്പി കണ്ടപ്പോഴാണ് ഓർത്തത്, നമ്മുടെ കൊക്കോകോള ഉണ്ടല്ലോ, നമ്മുടെ ആ കാർബണേറ്റഡ് ഡ്രിങ്കിന്റെ സീക്രട്ട്, ആ റെസിപ്പി, ആ സീക്രട്ട് ആയിട്ട് അതിന്റെ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ, അത് ഇതുവരെ അവർ ഷെയർ ചെയ്തിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ടും അത് അവർ ഷെയർ ചെയ്തിട്ടില്ല. അവർ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ഒരാൾ അത് നമ്മളെ നോക്കി കോപ്പി ചെയ്യരുതെന്ന് അവർക്ക് അതുകൊണ്ട് അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കാണ്. അത് ആക്ച്വലി വന്നാലും ശരിയല്ല. അതുകൊണ്ടല്ലേ അവരുടെ ബിസിനസ് ഇങ്ങനെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. അതിനെ നമുക്കൊരു ട്രേഡ് സീക്രട്ട് എന്ന് വേണേൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ പ്രോപ്പർട്ടി റൈറ്റ്സിന് വേണ്ടി കുറെ ലീഗൽ ആക്ട്സ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് ആണ് ദ കോപ്പിറൈറ്റ് ആക്ട് 1957, പിന്നുള്ളത് ദ പേറ്റന്റ്സ് ആക്ട് 1970,
പിന്നെ എന്താ ട്രേഡ് മാർക്സ് ആക്ട് 1999, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമ്മൾ മുന്നേ കണ്ടതാണ് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. ഇതൊക്കെ ജസ്റ്റ് ആക്ടുകളും അവരുടെ ഇയറുകളും ജസ്റ്റ് ഓർത്തിരിക്കുക, എക്സാമിന് വന്നാൽ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടബിലിറ്റി ആണ്. അക്കൗണ്ടബിലിറ്റി എന്താ പറയുന്നത്? ഇറ്റ് മീൻസ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ആക്ഷൻസ് ഇൻ ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് യൂസിങ് ഇൻഫർമേഷൻ സിസ്റ്റംസ്. എന്താണ് പറയുന്നത്? ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദെയർ ആക്ഷൻസ് ഇൻ ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ. എന്താണ്? ഒരു ഓർഗനൈസേഷനിലെ അവിടുത്തെ ആളുകളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ് എന്താണ് അവർ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളോ ഇൻഫർമേഷൻ സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരായിരിക്കും അതിന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അവരെന്തതിൽ ചെയ്താലും എന്ത് പിഴവ് സംഭവിച്ചാലും അത് അവരുടെ മേളിലായിരിക്കും ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടബിലിറ്റി പറയുന്നത്. നോക്കിയാൽ എന്താണ്? ഇഫ് എ സിസ്റ്റം ഫെയിൽസ്, then the developer or the company or the manager may be held accountable. ഇപ്പൊ എന്തെങ്കിലും ഒരു സിസ്റ്റത്തിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു IT കമ്പനിയിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം ഫെയിലിയർ നടന്നു കഴിഞ്ഞാൽ അത് ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ കമ്പനിയുടെ മാനേജറോ ആയിരിക്കും അവരുടെ അതിന്റെ എന്താണ് അക്കൗണ്ടബിൾ ആയിട്ട് അവരായിരിക്കും അതിന്റെ കാരണക്കാരെന്ന് എടുത്ത് സ്ട്രെയിറ്റ്ലി പറയാൻ പറ്റും. അതാണ് അക്കൗണ്ടബിലിറ്റി പറയുന്നത്. ഇനി ലയബിലിറ്റി എന്താണ്? ഇതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഒരു കണ്ടിന്യൂഷൻ ആണ്. എന്ത്? ലയബിലിറ്റി ഈസ് ദ ലീഗൽ റെസ്പോൺസിബിലിറ്റി ഫോർ ഡാമേജ് ഓർ ലോസ് കോസ്ഡ് ബൈ സിസ്റ്റം ഫെയിലിയർ. ഇപ്പൊ ഈ എന്താണ്, ഇപ്പോൾ ഒരു സിസ്റ്റം ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ ആരാണ്? ഡെവലപ്പറിനെയോ കമ്പനിയോ ആയിരിക്കും അതിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. അതാണ് അക്കൗണ്ടബിലിറ്റി. ഇനി അത് അന്നേരം ഒരു ഡാമേജ് സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും ആ സിസ്റ്റത്തിന് ഒരു പിഴവ് സംഭവിച്ചാൽ, എന്തെങ്കിലും ഡേറ്റ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെന്താണ്, അത് ഇവരായിരിക്കണം അതിന് റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. ഈ ഡെവലപ്പറും കമ്പനിയും ഒക്കെ ആയിരിക്കും റെസ്പോൺസിബിൾ. അവർക്ക് അതിനുള്ള എന്താണ് ഒരു ഡാമേജ് ഉണ്ടാകുമ്പോൾ ഒരു ലോസ് ആയിട്ട് എന്തെങ്കിലും ഒരു എന്താണ് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം, എന്തെങ്കിലും ഒരു കാശായിട്ട് എന്തെങ്കിലും കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പരിഹാരം കൊടുത്തിരിക്കണം എന്നാണ് ലയബിലിറ്റി നമ്മളോട് പറയുന്നത്. അതെന്താണ് ഇവിടെ പറയുന്നത്? ഇഫ് ഹാം ഒക്കേഴ്സ്, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ മേ ബി റിക്വയർഡ്. എന്തെങ്കിലും അതിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഒരു ഡേറ്റ ലോസ് അല്ലേ, എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡേറ്റ ഒരാളുടെ കയ്യിൽ നഷ്ടപ്പെട്ടു ഇവർ കാരണം, അപ്പോൾ അവരായിരിക്കണം അതിന് എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ പരമായി എന്താണ് ലീഗൽ പെനാൽറ്റീസ് അവരുടെ മേളിൽ ഇമ്പോസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അതിനുള്ള പെനാൽറ്റി കൊടുക്കുക. അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മിസ്റ്റേക്ക് കാരണം സംഭവിച്ച ഒരു കാര്യമാകുമ്പോൾ അതിന് ലീഗൽ പെനാൽറ്റീസ് മേ ബി ഇമ്പോസ് നമുക്കത് കൊടുക്കാൻ പറ്റും. അതാ പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺട്രോൾ ഇൻ സിസ്റ്റംസ് ആണ്. സിസ്റ്റത്തിനുള്ള കൺട്രോൾസ് എന്താ പറയുന്നത്? കൺട്രോൾസ് ഇൻ സിസ്റ്റംസ് ആർ സേഫ് ഗാർഡ്സ് ഓർ കൗണ്ടർ മെഷേഴ്സ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ഡേറ്റ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് നെറ്റ്വർക്ക്സ് ഫ്രം ത്രെറ്റ്, മിസ്യൂസ്, എറേഴ്സ് എക്സെട്ര. എന്താണ് സിസ്റ്റത്തിനകത്തുള്ള കൺട്രോൾ എന്താണ് പറയുന്നത്? they are designed to safeguard or counter measure എന്തെങ്കിലും എന്താണ് മിസ്യൂസോ അല്ലെങ്കിൽ എററോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് വൈറസോ ത്രെറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനെ സേഫ് ഗാർഡ് ചെയ്യാനും അതിനെതിരെയുള്ള കൗണ്ടർ മെഷേഴ്സും അതിനെ മാറ്റിയിട്ട് അതിന് കറക്റ്റ് ആക്കാനുള്ള കൗണ്ടർ മെഷേഴ്സ് എന്താണ് സിസ്റ്റത്തിലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെയാണ് നമ്മൾ കൺട്രോൾസ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. എന്താണ്? പ്രൊവൈഡ്സ് മാനേജിങ് ആക്സസ് ടു സിസ്റ്റംസ് ആൻഡ് ഡേറ്റ. ആ സിസ്റ്റത്തിൻ്റെ ഡേറ്റയാണ് നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഒരു കംപ്ലീറ്റ് ആക്സസ്. അതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ഓർഗനൈസേഷൻസ് യൂസ് പോളിസീസ് ആൻഡ് റൂൾസ് ടു മെയിൻറ്റെയിൻ കൺട്രോൾ. ഈ ഒരു ഓർഗനൈസേഷനുള്ള സിസ്റ്റംസിൽ തന്നെ ആണെങ്കിൽ അതിനെന്താണ് അവർ കൊടുത്തിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ റൂൾസ് ആയിക്കോട്ടെ എന്തിനാണ് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻസ് അവിടുത്തെ ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കെല്ലാം എന്താണ് റൂൾസും പോളിസീസും കൊടുത്തിട്ടുണ്ട് കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്നാ പറയുന്നത്. അതിലെ പല ടൈപ്സ് ഓഫ് കൺട്രോൾ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്ത്? പ്രിവെന്റീവ് കൺട്രോൾ ഉണ്ട്, ഡിറ്റക്റ്റീവ് കൺട്രോൾ ഉണ്ട്, കറക്റ്റീവ് കൺട്രോൾ ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഉണ്ട്, അത് മാനേജ്മെന്റ് ലെവലിലാണ്. പിന്നെ ടെക്നിക്കൽ കൺട്രോൾ, ഇൻപുട്ട് കൺട്രോൾ, ഔട്ട്പുട്ട് കൺട്രോൾ, അങ്ങനെ പലതരത്തിലെ കൺട്രോൾസ് ഉണ്ട്. പ്രിവെന്റീവ് കൺട്രോൾ നമ്മളോട് എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോകുന്നതിന് മുന്നേ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം തെറ്റായിട്ട് നടക്കാതിരിക്കാൻ മുന്നേ ഒരു പ്രിക്കോഷൻ പോലെ തരുന്ന കൺട്രോൾ ആണ് പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറയുന്നത്. ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്താണ്? ഒരു തെറ്റ് സംഭവിച്ചു അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഡിറ്റക്റ്റീവ് കൺട്രോൾ ഉള്ളത്. ഇന്ന പോലെ ഒരു തെറ്റ് നടന്നു കഴിഞ്ഞു, അപ്പൊ ആ തെറ്റിനെ നമുക്ക് കണ്ടുപിടിക്കണം, അതാണ് ഡിറ്റക്റ്റീവ് കൺട്രോൾ പറയുന്നത്. കറക്റ്റീവ് കൺട്രോൾ എന്താണ്? ഫ്യൂച്ചറിൽ ഒരു എന്താണ് പ്രോബ്ലം നടക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ അതിനെ പ്രസന്റിൽ ഫിക്സ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കൺട്രോൾ ആണ് കറക്റ്റീവ് കൺട്രോൾ. അങ്ങനെയാണ് ഓരോ ടൈപ്പിലെ കൺട്രോൾ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് പലതായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സിസ്റ്റം ക്വാളിറ്റി ആണ്. സിസ്റ്റം ക്വാളിറ്റി നമ്മൾ എന്താ പറയുന്നത്? System quality defines the technical soundness, reliability, performance, usability and security of an IT system. ഒരു IT സിസ്റ്റത്തിന്റെ റിലയബിലിറ്റി
അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഏത് ആസ്പെക്റ്റിൽ എങ്ങനെ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റും. 2 പെർഫോമൻസ്, എന്തുമാത്രം അതിന് എന്താണ് എഫക്റ്റീവ്നെസ് ഉണ്ട്, എന്തുമാത്രം ഒരു ഇൻപുട്ട് കൊടുത്താൽ എന്തുമാത്രം ഔട്ട്പുട്ട് അത് തരാൻ പറ്റും. പിന്നെ യൂസബിലിറ്റി, എന്തുമാത്രം നമുക്കത് ഏത് സിറ്റുവേഷൻസിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി, ഫയർ വാളും കാര്യങ്ങളും എന്താണ് അതിന് എന്തെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം എങ്ങനെ തടഞ്ഞു നിർത്തുന്നു എന്നൊക്കെയാണ് ഒരു സിസ്റ്റം ക്വാളിറ്റി നമ്മളോട് പറയുന്നത്. എന്താ പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ഹൗ വെൽ ദ സിസ്റ്റം ഇസ് ഡിസൈൻഡ്, ഡെവലപ്ഡ്, മെയിൻറ്റെയിൻഡ് ആൻഡ് ഓപ്പറേറ്റഡ് ടു മീറ്റ് ഓർഗനൈസേഷൻ റിക്വയർമെന്റ്സ്. ഓർ ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ള എന്താണ് ഒരു ഡിസൈൻസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ അതെങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമ്മൾ സിസ്റ്റം ക്വാളിറ്റി നമ്മളോട് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് സിസ്റ്റം ക്വാളിറ്റി നമ്മൾ നോക്കിയാൽ ഫസ്റ്റ് എന്താ പറയുന്നത്, റിലയബിലിറ്റി. റിലയബിലിറ്റി എന്താണ് പറയുന്നത്, ദ സിസ്റ്റം ഷുഡ് ഫങ്ഷൻ കറക്റ്റ്ലി അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻസ് വിത്തൗട്ട് ഫെയിലിയേഴ്സ് ഓവർ ടൈം. എന്താണ് അത് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, എല്ലായ്പ്പോഴും അല്ലെങ്കിൽ മുക്കാൽ സമയങ്ങളിൽ എന്താണ് ഷുഡ് ഫങ്ഷൻ കറക്റ്റ്ലി അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻസ്. അതിനൊരു ടാസ്ക് കൊടുത്തേക്കുമ്പോൾ അതെന്താണ് കറക്റ്റ്ലി അത് ഫങ്ഷൻ ചെയ്യണം, എന്താണ് ഫെയിലിയർ ഇല്ലാതെ, ഏറ്റവും ഒരു പറഞ്ഞേക്കുന്ന ടൈമിനുള്ളിൽ ഫെയിലിയർ ഇല്ലാതെ ഇന്ന സ്പെസിഫിക് കണ്ടീഷൻസിനുള്ളിൽ കറക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യണം എന്നാണ് റിലയബിലിറ്റി നമ്മളോട് പറയുന്നത്. സിസ്റ്റം ക്വാളിറ്റിയുടെ ഫസ്റ്റ് ഇതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്, ദ സിസ്റ്റം ഷുഡ് ഫങ്ഷൻ കറക്റ്റ്ലി അണ്ടർ സ്പെസിഫൈഡ് കണ്ടീഷൻസ് വിത്തൗട്ട് ഫെയിലിയർ ഓവർ ടൈം. എന്താണ് ഇത്ര സമയത്തിനുള്ളിൽ എന്താണ് ഒരു ഫെയിലിയർ സംഭവിക്കാതെ പറഞ്ഞേക്കുന്ന കണ്ടീഷൻസിനുള്ളിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി അല്ലെങ്കിൽ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്, ദ സിസ്റ്റം ഷുഡ് പെർഫോം ടാസ്ക്സ് യൂസിങ് ദ ലീസ്റ്റ് amount of resources such as time, memory or processing power. The system should perform task using the least amount of resources. സിസ്റ്റം അതിന്റെ ടാസ്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ചെയ്യണം. എന്ത് കൊടുത്തേക്കുന്ന റിസോഴ്സ് വെച്ചിട്ട് എന്താണ് ടൈം, മെമ്മറി, പ്രോസസിംഗ് പവർ, ഇത്ര ടൈമും ഇത്ര മെമ്മറി അല്ലെങ്കിൽ ഇത്ര പവർ അതിന് ഉള്ളൂ, അത് വെച്ചുകൊണ്ട് അതിന് കൊടുത്തേക്കുന്ന ടാസ്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് എഫിഷ്യൻസി അല്ലെ പെർഫോമൻസ് നമ്മളോട് പറയുന്നത്. തേർഡ് നോക്കിയാൽ എന്താണ് യൂസബിലിറ്റി. ദ സിസ്റ്റം ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി, ഈസി ടു നാവിഗേറ്റ് ആൻഡ് ഇൻറ്റ്യൂറ്റീവ് ഫോർ എൻഡ് യൂസേഴ്സ്. എന്താണ് അത് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ അതെന്താണ് എളുപ്പമായിരിക്കണം, എളുപ്പത്തിൽ കാര്യങ്ങൾ അതിൽ നമുക്ക് മനസ്സിലായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഒരു യൂസർ ഫ്രണ്ട്ലി എൻവയൺമെന്റ് എന്ന് പറയുന്നത് അതാണ് യൂസബിലിറ്റിക്ക് വേണ്ടി നമുക്ക് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഫോർത്ത് എന്താ പറയുന്നത്, സെക്യൂരിറ്റി. ദ സിസ്റ്റം ഷുഡ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡേറ്റ ഫ്രം അൺഓത്തറൈസ്ഡ് ആക്സസ് ആൻഡ് അറ്റാക്സ്. എന്താണ് സിസ്റ്റത്തിനകത്തുള്ള സെക്യൂരിറ്റി എന്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള സെൻസിറ്റീവ് അല്ലെ കോൺഫിഡൻഷ്യൽ ഡേറ്റയെ നമ്മൾ അൺഓത്തറൈസ്ഡ് ആക്സസ് ആൻഡ് അറ്റാക്സ്, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ആക്സസോ അല്ലെങ്കിൽ ഉള്ള ഹാക്കിംഗ് ടൈപ്പിലെ അറ്റാക്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത് സെക്യൂരിറ്റി ചെയ്യേണ്ടത്. എന്താണ് ദ സിസ്റ്റം ഷുഡ് പ്രൊട്ടക്ട് സെൻസിറ്റീവ് ഡേറ്റ ഫ്രം അൺഓത്തറൈസ്ഡ് ആക്സസ് ആൻഡ് അറ്റാക്സ്. ഓക്കെ, ഇനി എന്താണ് മെയിൻറ്റൈനബിലിറ്റി. എന്താ പറയുന്നത്, ദ സിസ്റ്റം ഷുഡ് ബി ഈസി ടു അപ്ഡേറ്റ്, ഫിക്സ് ആൻഡ് ഇംപ്രൂവ് ആസ് റിക്വയർഡ്. എന്താണ് അപ്ഡേറ്റ്, ഫിക്സ് ആൻഡ് ഇംപ്രൂവ്. പല സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് സിസ്റ്റത്തിന് വരാറുണ്ട്, നമ്മുടെ ഫോണിൽ തന്നെ വരാറില്ല, ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, iOS അപ്ഡേറ്റ്. എന്താണ് അതിന് പോകുന്ന ട്രെൻഡ് അനുസരിച്ച് അത് തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം, ഫിക്സ് ആയിക്കൊണ്ടിരിക്കണം, അതിന് കൂടാതെ എങ്ങനെയാണ് ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കണം. അതങ്ങനെ പാച്ച് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പാച്ച് അപ്ഡേറ്റ്സ് എന്ന് നമുക്ക് കൂട്ടാം. അത് അതിനനുസരിച്ച് അത് മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടേയിരിക്കണം, എന്നാലേ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളുമായിട്ട് അത് കോമ്പാക്ട് ആയിട്ട് ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അതിനാണ് മെയിൻറ്റെയിനബിലിറ്റി എന്ന് പറയുന്നത്. സിക്സ്ത് എന്താണ് ഫ്ലെക്സിബിലിറ്റി. ദ സിസ്റ്റം ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ഡിഫറെന്റ് എൻവയൺമെന്റ്സ്, യൂസർ ഓർ ഫ്യൂച്ചർ റിക്വയർമെന്റ്സ്. എന്താണ് ദ സിസ്റ്റം ഷുഡ് ബി അഡാപ്റ്റബിൾ. ഏതൊരു ടൈപ്പ് ഓഫ് എൻവയൺമെന്റോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് യൂസർ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പ്രോപ്പറായിട്ട് അഡാപ്റ്റ് ആയിട്ട് ഇരിക്കണം, എന്നാലേ അതിന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഷുഡ് ബി അഡാപ്റ്റബിൾ ടു ഡിഫറെന്റ് എൻവയൺമെന്റ്സ്, യൂസേഴ്സ് ഓർ ഫ്യൂച്ചർ റിക്വയർമെന്റ്സ് എന്നാണ് ഫ്ലെക്സിബിലിറ്റി പറയുന്നത്. ഇനി സ്കേലബിലിറ്റി എന്താണ്, ദ സിസ്റ്റം ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ. എന്താണ് ഹാൻഡിൽ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓർ ഗ്രോത്ത് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് പെർഫോമൻസ് ഡിഗ്രഡേഷൻ. എന്താണ് ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ഇൻക്രീസ്ഡ് ഡിമാൻഡ്. ഇപ്പം ആവശ്യം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എന്തെങ്കിലും ഒരു കാര്യം, എന്തൊരു ബിസിനസ് ആണെങ്കിൽ എന്തൊരു പ്രോഡക്റ്റിന്റെ ഗ്രോത്ത് നടക്കുമ്പോൾ എന്താണ് പെർഫോമൻസ് ഡീഗ്രഡേഷൻ സംഭവിക്കാതെ പ്രോപ്പർ ആയിട്ട് അത് വർക്ക് ചെയ്യുക എന്നാണ് സ്കേലബിലിറ്റി പറയുന്നത്. ദി സിസ്റ്റം ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ഇൻക്രീസ്ഡ് ഡിമാൻഡ് ഓർ ഗ്രോത്ത് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് പെർഫോമൻസ് ഡിഗ്രഡേഷൻ. അതാണ് ഫാക്ടർ. അതിന്റെ ആ പെർഫോമൻസിൽ ഒരു താഴ്ച സംഭവിക്കാതെ ഡിമാൻഡ് അല്ലെങ്കിൽ ഗ്രോത്ത് അനുസരിച്ച് അതിനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണ് സ്കേലബിലിറ്റി നമ്മളോട് പറയുന്നത്. ഓക്കെ,
അത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഈ സിസ്റ്റം ക്വാളിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് പറയുന്നത്, ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുമ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എന്താണെങ്കിലും ഗ്രോത്ത് സംഭവിക്കും. അതാ പറയുന്നത്. റെഡ്യൂസ് ഓപ്പറേഷണൽ എറേഴ്സിന്റെ സാധ്യതകൾ വളരെ കുറവായിരിക്കും. ഓക്കെ. എൻഷുവേഴ്സ് ലീഗൽ കോംപ്ലയൻസ്. ലീഗലി നോക്കിക്കഴിയുമ്പോൾ അവർക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തെറ്റായ കാര്യം ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഓക്കെ. എൻഹാൻസസ് യൂസർ സാറ്റിസ്ഫാക്ഷൻ. എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ഒരാൾക്ക് അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഇതിലൊരു പിഴവുകളും ഇല്ല, കറക്റ്റ് ടൈമിന് കിട്ടി, പ്രോപ്പറായിട്ട് ഈ റിസോഴ്സസ് അവർ ഉപയോഗിച്ചു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ എന്താണ്, പ്രൊട്ടക്ട്സ് ഡേറ്റ ആൻഡ് ആസറ്റ്സ്. എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോപ്പർ സെക്യൂരിറ്റി വഴിയാണെങ്കിൽ അതൊരിക്കലും ഹാക്ക് ചെയ്തു പോകും, അൺഓത്തറൈസ്ഡ് ആക്സസിന് എന്താണ് എടുക്കാനോ പറ്റത്തില്ല അവരുടെ കൺസെന്റ് ഇല്ലാതെ. ഇതാണ് പ്രൊട്ടക്ട്സ് ഡേറ്റ ആൻഡ് ആസറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താണ് ആസിഡ് ഡയറക്ട്ലി അഫക്ട്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് പറയുന്നത്, യൂസറിന്റെ സാറ്റിസ്ഫാക്ഷനെ ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കറക്റ്റ് ആയ ഒരു യൂസറിന് സാറ്റിസ്ഫൈ ആവാൻ പറ്റത്തുള്ളൂ അവരുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ. പിന്നെ സിസ്റ്റം യൂസേജ്, സിസ്റ്റത്തിന് ഒരിക്കലും ഒരു ഓവർലോഡ് കൊടുക്കാതെ ഇത്ര കാര്യങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കുക. അതും എന്താണ്, പെർഫോമൻസ് ഡിഗ്രഡേഷൻ നമ്മൾ പറഞ്ഞ പോലെ സംഭവിക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ സിസ്റ്റം യൂസേജ് ഒരു ഫാക്ടറാണ്. പിന്നെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ്, ഓർഗനൈസേഷന്റെ വളർച്ചയാണ്. നല്ലതായിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ഉറപ്പായിട്ടും വളർച്ചയും കാര്യങ്ങളും ഉണ്ടാവും. ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ കമ്പനി യൂസസ് എ ക്രാക്ഡ് വെർഷൻ ഓഫ് അഡോബ് പ്രീമിയർ പ്രോ. ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അഡോബ് പ്രീമിയർ പ്രോ. നിങ്ങൾ പലരും പലയിടത്തും കണ്ടിട്ടുണ്ടാവും. എന്താ പറയുന്നത്, വർക്ക്സ് ബട്ട് ഡസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ട് ഓർ ഷെയർ. എന്താണ്, ഒരു ക്രാക്ഡ് വെർഷൻ ഓഫ് അഡോബ് പ്രീമിയർ പ്രോ വീഡിയോ എഡിറ്റിംഗ് വർക്ക്സിന് വേണ്ടി ഒരു കമ്പനി ഉപയോഗിച്ചു, പക്ഷെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ ഷെയർ ചെയ്യുകയോ ചെയ്യത്തില്ല. ഈ റൈറ്റ് പ്രൈമർലി ആരാണ് വയലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. വിച്ച് റൈറ്റ് ഈസ് പ്രൈമർലി വയലേറ്റഡ്. ഓക്കെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ അല്ലേ നമ്മളത് വയലേറ്റ് ചെയ്ത്. കാരണം അഡോബ് പ്രീമിയർ പ്രോ അതൊരു എന്താണ്, കോപ്പി അല്ലെങ്കിൽ പേറ്റന്റ് ഏതെങ്കിലും നമുക്ക് അതിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു അഡോബിന്റെ ഒരു സാധനമാണ് പ്രീമിയർ പ്രോ. ഓക്കെ. അത് നമ്മൾ ക്രാക്ഡ് വെർഷൻ ആണ്, അത് അവരുടെ അല്ലാതെ ഒരു ക്രാക്ഡ് വെർഷൻ ആണ്. എന്താണ്, നമുക്ക് ഈ പ്രീമിയർ പ്രോ പോലത്തെ ആപ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു പെയ്ഡ് ആപ്സ് ആണ്. അപ്പൊ അത് പേ ചെയ്യാതെ എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ക്രാക്ഡ് വെർഷൻ എന്ന് പറയുന്നത്. നമുക്കത് ഗൂഗിളിലും പലയിടത്തും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ക്രാക്ഡ് വെർഷന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസിലി വേറൊരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈസിലി ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും, അതിന്റെ പേര് മാറ്റാൻ പറ്റും, എന്ത് വേണേലും ചെയ്യാൻ പറ്റും, അതിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാം യൂസ് ചെയ്യാനും പറ്റും കാശ് കൊടുക്കാതെ. അതാണ് ഈ ക്രാക്ഡ് വെർഷന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ അത് വയലേറ്റ് ചെയ്യല്ലേ, ഒരു എന്താണ്, ഒരു പേറ്റന്റിനെ ആ ഒരു ഇതിന്റെ അവരെ വയലേറ്റ് ചെയ്യല്ലേ, അവരുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമല്ലേ. അതാണ് പ്രൈമറിലി വയലേറ്റഡ് എന്ന് നമ്മളോട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഡെവലപ്സ് എ മൊബൈൽ ആപ്ലിക്കേഷൻ വൈൽ വർക്കിംഗ് ഫോർ എ കമ്പനി ആസ് പാർട്ട് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടീസ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ട്, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഒരു കമ്പനിയിൽ നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നു അവന്റെ അവന്റെ ഒരു ഡ്യൂട്ടി പരമായിട്ട്. ഇനി ഹൂ ജനറലി ഓൺസ് ദ കോപ്പി റൈറ്റ്. അപ്പം ഈ കോപ്പി റൈറ്റ് ആരാ ഓൺ ചെയ്യുന്നതെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉള്ളി, ദ കമ്പനി, ദ യൂസർ ഓഫ് ദ ആപ്ലിക്കേഷൻ, ദ ഗവൺമെന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്, കമ്പനി അല്ലേ. കാരണം എന്താണ്, ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്നത് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ആ കമ്പനിയിൽ അണ്ടറിൽ വർക്ക് ചെയ്ത ഒരാളാണ്. പക്ഷെ ഒരിക്കലും അത് അവന്റെ പേരിൽ അവൻ എടുക്കാൻ പറ്റത്തില്ല. ഇത് എപ്പോഴും ഇത് കമ്പനിക്ക് അതിന്റെ എന്താണ്, ആ കോപ്പി റൈറ്റ് പോകത്തുള്ളൂ. ആ കമ്പനിയുടെ പേരിലായിരിക്കും കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്തേക്കുന്നത്. എപ്പോഴും അത് അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഒരു കമ്പനിയിൽ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു സാധനത്തിന്റെ പേരിൽ ഇത് ഉണ്ടാവത്തില്ല. അവൻ പ്രൈവറ്റ് ആയിട്ട് അവൻ ചെയ്യുമായിരുന്നെങ്കിൽ അത് അവന്റെ പേരിലായിരുന്നു. ഇതിപ്പോൾ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ പേരിലായിരിക്കും പോകുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. തേർഡ് എന്താ പറയുന്നത്, വിച്ച് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് മേ പ്രൊട്ടക്ട് എ കമ്പനീസ് ലോഗോ. കമ്പനിയുടെ ലോഗോന് ഏത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞായിരുന്നു ട്രേഡ് മാർക്ക് അല്ലേ. എന്താണ്, സിമ്പിൾസ്, ലോഗോസ്, നമ്മൾ ടൊയോട്ടയുടെ ഒക്കെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞില്ലേ. ഇപ്പൊ ട്രേഡ് മാർക്കാണ് ഇതിന്റെ എക്സാമ്പിൾ വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ എന്താണ്, എ സയന്റിസ്റ്റ് ഇൻവെന്റ്സ് എ ന്യൂ ബാറ്ററി ടെക്നോളജി ദാറ്റ് ഇംപ്രൂവ്സ് ഇലക്ട്രിക് വെഹിക്കിൾ പെർഫോമൻസ്. വിച്ച് പ്രൊട്ടക്ഷൻ ഷുഡ് ബി ഒബ്റ്റെയിൻഡ്. ഒരു സയന്റിസ്റ്റ് ഒരു ന്യൂ ബാറ്ററി ടെക്നോളജി ഇൻവെന്റ് ചെയ്തു. നമ്മൾ പറഞ്ഞായിരുന്നു ഐഡിയാസ്, ഇൻവെൻഷൻസും കാര്യങ്ങളൊക്കെ ഏതിനകത്ത് വരുന്ന കാര്യമാണ്, പേറ്റന്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അത് എന്താണ്, പേറ്റന്റിനകത്ത് ഒരാളുടെ പേരിൽ എടുക്കുന്ന ഒരു കാര്യം. ഓക്കെ, അതാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഫിഫ്ത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോപ്പിങ് ആൻ ഐഡിയ ഫ്രം എ റിസർച്ച് പേപ്പർ ആൻഡ് റീറൈറ്റിംഗ് ഇറ്റ് വിത്തൗട്ട് സൈറ്റേഷൻ ഈസ് കോൾഡ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്, പ്ലേഗിയറിസം. നിങ്ങൾ പലയിടത്തും കണ്ടോ, അല്ലെങ്കിൽ ബിടെക് സ്റ്റുഡൻസ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന, ലീഗൽ മെട്രോളജിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബിടെക് സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫൈനൽ ഇയർ ഒക്കെ ആയി കഴിയുമ്പോൾ എന്താണ്, പ്രോജക്റ്റ് വർക്ക് വരുന്നുണ്ട്. ആ പ്രോജക്റ്റ് വർക്കിന് നമ്മളൊരു പേപ്പർ പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ആ പേപ്പർ പബ്ലിക്കേഷൻ ചെയ്യുമ്പോൾ
അതിൽ നമ്മൾ എഴുതുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് വേറൊരു കണ്ടന്റുമായിട്ട് എന്തുമാത്രം എന്താണ് മാച്ചിങ് ആണെന്നുള്ളൊരു പരിപാടി നോക്കും, ശ്രദ്ധിക്കാറുണ്ട്. എന്നാലേ ആ പേപ്പർ പബ്ലിഷ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ഈ പ്ലേഗിയാറിസം എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ കാര്യം വേറൊരു എന്താണ് റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ, അതിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തേക്കുന്ന ഒരു കാര്യമാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് പ്ലേഗിയാറിസം. അപ്പൊ പ്ലേഗിയാറിസം ഇത്ര പെർസെന്റേജ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു പേപ്പർ പബ്ലിഷ് ചെയ്യാനേ പറ്റത്തില്ല. കാരണം അത് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടന്റ് അപ്പം അതിൽ നിന്ന് ജനറേറ്റ് ആക്കി എന്നുള്ളൊരു പേര് വരും. അതിനെയാണ് പ്ലേഗിയാറിസം എന്ന് പറയുന്നത്. സോ അപ്പൊ അതാണ് പറയുന്നത്, കോപ്പിങ് ആൻ ഐഡിയ ഫ്രം എ റിസർച്ച് പേപ്പർ ആൻഡ് റീറൈറ്റിംഗ് ഇറ്റ് വിത്തൗട്ട് സൈറ്റേഷൻ, ഒരു മടിയും കൂടെ നമ്മൾ അതിനെ എഴുതുന്നു. ആ പ്രോപ്പർട്ടി ഇതിന് കാര്യത്തിൽ നമ്മൾ പ്ലേഗിയാറിസം എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻ എംപ്ലോയി ഡൗൺലോഡ്സ് പൈറേറ്റഡ് മൂവീസ് അറ്റ് വർക്ക് യൂസിങ് കമ്പനീസ് ഇന്റർനെറ്റ്. ഒരു എംപ്ലോയി എന്താണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന മൂവീസ്, ഈ തിയേറ്ററിൽ ഇറങ്ങുന്ന മൂവീസ് നേരത്തെ നമ്മൾ എന്താണ് ഒരു ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കമ്പനി ഇന്റർനെറ്റ് വഴി അത് യൂസ് ചെയ്യുന്നു. അപ്പൊ ആ കമ്പനി പക്ഷെ ഇഗ്നോർ ചെയ്യുന്നു, ആ കാര്യത്തിന് കമ്പനി പക്ഷെ ഇഗ്നോർ ചെയ്യുന്നു. ഇഫ് ലീഗൽ ആക്ഷൻ ഓക്കേഴ്സ്, ഹൂ ഈസ് മോസ്റ്റ് ലൈക്ലി ലയബിൾ? ലയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്പോൺസിബിലിറ്റി. ഒരു ഡാമേജോ ലോസ് ഉണ്ടായാൽ എന്താണ് അതിൽ ആ പ്രോപ്പർട്ടിയാണ് ലയബിലിറ്റി നമ്മൾ മുന്നേ പറഞ്ഞത്. ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഒൺലി ദ എംപ്ലോയി, ഒൺലി ദ എംപ്ലോയർ, നോബഡി, അല്ലെങ്കിൽ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മാനേജർ നമുക്ക് കൂട്ടാം, അവന് ജോലി കൊടുത്ത ആള്. രണ്ടുപേരും അതിന് ഉത്തരവാദികളല്ലേ? ഇപ്പൊ എംപ്ലോയി മാത്രം അത് ഡൗൺലോഡ് ചെയ്തെങ്കിലും എന്താണ് അവൻ കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ കമ്പനി അത് ചെക്ക് ചെയ്യേണ്ട ആ കമ്പനിയുടെ ബാധ്യസ്ഥതയാണ് അല്ലെ. ഇപ്പൊ ആ ലീഗൽ ആക്ഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും പ്രശ്നമാണ്. കാരണം ആ എംപ്ലോയർ അല്ലെങ്കിൽ ആ കമ്പനിയുടെ മാനേജർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു അല്ലെ, ശരിയല്ലേ? നമ്മൾ മുന്നേ നമ്മളത് ഡിസ്കസ് ചെയ്ത് പറഞ്ഞല്ലേ. അതേപോലത്തെ സെയിം കേസാണ്. ഒരു കമ്പനിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെങ്കിലും രണ്ടുപേർക്കും ബാധകമാണ്. അതെന്താണ് ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ട് രണ്ടുപേർക്കും അത് ലീഗലി ആക്ഷൻ എടുക്കാൻ പറ്റും. ആ രണ്ടുപേരും റെസ്പോൺസിബിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. വിച്ച് ഓർഗനൈസേഷൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊമോട്ടിംഗ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ വേൾഡ് വൈഡ്? നമ്മൾ ആദ്യം പറഞ്ഞ ആ US ബേസ്ഡ് ഓർഗനൈസേഷൻ എന്താണ്? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതാണ് ആ US ബേസ്ഡ് ഫോമിനെയാണ് ഇത് പറയുന്നത്. അവരാണ് എന്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് വേൾഡ് വൈഡ്. ഓക്കെ. ക്വസ്റ്റ്യൻ എന്താണ്? എ കമ്പനി ഇൻസ്റ്റാൾസ് ഫിംഗർ പ്രിന്റ് സ്കാനർ ടു പ്രിവെന്റ് അൺഓത്തറൈസ്ഡ് എൻട്രി ഇൻ ടു ദ സെർവർ റൂം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമ്മൾ തന്നെ നമ്മുടെ ഫോണിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിന്റ് ഇല്ലേ, എന്താണ് നമ്മുടെ ഫോണിൽ കയറുന്നതിന് മുന്നേ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടില്ല. എന്താണ് വേറൊരാൾ ആക്സസ് ചെയ്യാതിരിക്കാൻ, ഒരു കൺട്രോൾ കൊടുക്കാൻ, നമ്മൾ മാത്രമേ എടുക്കാവുന്നുള്ളൂ ആ ഒരു ഇതിനു വേണ്ടി. അപ്പൊ അത് പ്രിവെന്റീവ് കൺട്രോൾ അല്ലേ? ഒരു സംഭവം നടക്കുന്നതിന് മുന്നേ പ്രിക്കോഷൻ അല്ലേ, പ്രിവെന്റീവ് അല്ലേ വേറൊരാളെ ആക്സസ് ചെയ്യാൻ. അപ്പൊ എന്താണ് പ്രിവെന്റീവ് കൺട്രോൾ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. 9th ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ പറയുന്നത്? എ കമ്പനി ക്രിയേറ്റ്സ് എ പോളിസി റിക്വയറിംഗ് എംപ്ലോയീസ് ടു ചേഞ്ച് പാസ്വേഡ് എവറി 60 days. ദിസ് ഇസ് മെയിൻലി ഒരു കമ്പനി ഒരു പോളിസി ഉണ്ടാക്കുന്നു. എന്തിന്? എംപ്ലോയീസിന് അവരുടെ പാസ്വേഡ് എന്താണ് ഓരോ 60 ദിവസം കൂട്ടുമ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഇത് നമുക്ക് ഓർത്തിരിക്കുക അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. എന്താണ്? മാനേജ്മെന്റ് ലെവലാണ്. ഒരു കമ്പനി ഉണ്ടാക്കുന്നു, മാനേജ്മെന്റ് എന്താണ് ഉണ്ടാക്കുന്ന ഒരു പോളിസി. എന്താണ്? എംപ്ലോയീസിന് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി പാസ്വേഡ് ഓരോ 60 ദിവസവും കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കണം. അതൊരു കൺട്രോൾ ആണ്. വേറൊരാൾ അവരുടെ ID കൂടെ കയറാതിരിക്കാൻ വേണ്ടി, വേറൊരു എംപ്ലോയിയുടെ ID കൂടെ വേറൊരാൾ കയറാതിരിക്കാൻ വേണ്ടി. അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ. അക്കൗണ്ടബിലിറ്റി നമ്മൾ എന്താ അന്നേരം പറഞ്ഞത്? നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു കമ്പനി ആണെങ്കിലും ഒരു എംപ്ലോയർ ആണെങ്കിലും എല്ലാവരും അതിന്റെ പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് മൊറലി അവരെല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കാര്യമാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ത് വരും? മോറൽ റെസ്പോൺസിബിലിറ്റി ഫോർ ആക്ഷൻസ്. അവിടുത്തെ എംപ്ലോയർ ആണെങ്കിലും അല്ലെ കമ്പനി കംപ്ലീറ്റ്ലി അതിന് റെസ്പോൺസിബിലിറ്റി അവരുടെ അണ്ടറിൽ വരും എന്നാ പറയുന്നത്. ഓക്കെ. 11th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? A hospital system crashes due to poor security design, causing patent data loss. Who is most legally liable? ആരാണ് ഉത്തരവാദി? അല്ലെങ്കിൽ ലോസിന് ആരാണ് റെസ്പോൺസിബിൾ ആവേണ്ടത് അല്ലെങ്കിൽ പരിഹാരം കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. A hospital system crashes due to poor security design, causing patient data loss. ഓക്കെ. ചാടി കയറി സിസ്റ്റം പ്രൊവൈഡർ ഒന്നും ഒരിക്കലും കൊടുക്കരുത്. സിസ്റ്റം പ്രൊവൈഡർ എന്താ? ഇപ്പോൾ ഒരു HP ലാപ്ടോപ്പ് ആണെങ്കിൽ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും HP കമ്പനിക്കാരല്ല അതിന്റെ ഉത്തരവാദികൾ. അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആ എടുത്തേക്കുന്ന ആൾക്കാർ അവരല്ലേ എപ്പോഴും, അല്ലെങ്കിൽ കമ്പനി. അതാണ് കമ്പനി സിസ്റ്റം ഹോസ്പിറ്റലിൽ ഞാൻ എടുത്തിട്ടത്. കാരണം അത് മനസ്സിലാവാൻ വേണ്ടി. എന്താണ് ഒരു ഹോസ്പിറ്റലിനകത്ത് അത് യൂസ് ചെയ്യുന്ന കമ്പനി സിസ്റ്റം, അതിന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചെങ്കിൽ ആ യൂസ് ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, അവരാണ് അതിന്റെ ഫോൾട്ട് കണ്ടെത്തി അത് മാറ്റേണ്ടിയിരുന്നത്. പക്ഷെ അപ്പം ഇവിടെ ആരാ അപ്പൊ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്? നമുക്ക് ഫോർ എക്സാമ്പിൾ ആ PC തന്ന ആൾക്കാരാണോ? അല്ല.
ഉപയോഗിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ഹൂ ഈസ് മോസ്റ്റ് ലീഗലി ലയബിൾ എന്ന് ചോദിച്ചാൽ ആ ഹോസ്പിറ്റലിനകത്ത് ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തിന്റെ ആ എംപ്ലോയി അല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹോസ്പിറ്റൽ കൂടെ ആയിക്കോട്ടെ അവരായിരിക്കും അതിന് ലീഗലി ലയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്, വിച്ച് സിറ്റുവേഷൻ ബെസ്റ്റ് ഡെമോൺസ്ട്രേറ്റ്സ് ലയബിലിറ്റി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഏതാണ്? ആൻ എംപ്ലോയി ഫോർഗെറ്റ്സ് ദ പാസ്വേഡ്, അതൊരിക്കലും ഒരു എന്താണ് അങ്ങനെ പറയാൻ പറ്റത്തില്ല, പലവരും മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. എ മാനേജർ മോണിറ്റേഴ്സ് എംപ്ലോയി അറ്റൻഡൻസ്, എന്താണ് എംപ്ലോയി അറ്റൻഡൻസ് എന്ന് വേണമെങ്കിൽ നോക്കട്ടെ, അത് മാനേജർ എന്താണ് അത് നോക്കിക്കോട്ടെ. തേർഡ് എന്താ പറയുന്നത്, കമ്പനി പേസ് കോമ്പൻസേഷൻ ബിക്കോസ് ഇറ്റ് ഫോൾട്ടി സോഫ്റ്റ്വെയർ കോസ്റ്റ് കസ്റ്റമർ ലോസ്, ശരിയല്ലേ? എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ ആരാണ് ആ കമ്പനിയുടെ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി ടോട്ടലി ആയിരിക്കണം അതിന് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, അതല്ലേ ശരി? അപ്പൊ അതല്ലേ അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ ട്രേഡ് സീക്രട്ട്? നമ്മൾ മുന്നേ പറഞ്ഞതാണ് കൊക്കോകോളയുടെ സീക്രട്ട് ഫോർമുല, അത് അവർ ഷെയർ ചെയ്തിട്ടില്ല, കാരണം അതൊരു അവരുടെ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി വേറൊരാൾ ആ ഐഡിയ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അവരെന്താണ് അത് ഇന്നേ വരെ ഷെയർ ചെയ്തിട്ടില്ല. കൊക്കോകോള സീക്രട്ട് ഫോർമുല ആണ് എന്ത് ട്രേഡ് സീക്രറ്റിന് ഒരു എക്സാമ്പിൾ, ഓർത്തിരിക്കുക. ഓക്കെ, and a company implements a new system that automatically records all employee emails. Employees were not informed of this in their contract. What is the main ethical issue here? ഒരു കമ്പനി എന്താണ് ഒരു സിസ്റ്റം കൊണ്ടുവന്നു, എന്താണ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ്സ് ഓൾ എംപ്ലോയി ഇമെയിൽസ്. ആ എംപ്ലോയിക്ക് അതിൽ കൊടുക്കുന്ന ഇമെയിൽസ് എല്ലാം ആ സിസ്റ്റം എന്താണ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യും. പക്ഷേ ആ എംപ്ലോയി കൂടെ അറിയുന്നില്ല ആ കോൺട്രാക്ട് അവർ മീൻസ് എന്താണ് ഈ കോൺട്രാക്ടിനെ പറ്റി അവർ അറിയുന്നില്ല, ഈ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ മെയിൽസ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം അവർക്ക് കൂടെ അറിയത്തില്ല. അപ്പൊ എത്തിക്കൽ ഇഷ്യൂ ഇവിടെ എന്താണെന്ന് ചോദിക്കുന്നത് നോക്കിയേ, വയലേഷൻ ഓഫ് പ്രൈവസി ആൻഡ് ലാക്ക് ഓഫ് കൺസെന്റ് അല്ലേ? ഈ ലാക്ക് ഓഫ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ എംപ്ലോയീസിന്റെ അറിവില്ലാതെ അത് എടുക്കുക അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുക, അതാണ് എന്താണ് ലാക്ക് ഓഫ് കൺസെന്റ്. വയലേഷൻ ഓഫ് പ്രൈവസി അത് ശരിയല്ലേ, ഇവർ അറിവില്ലാണ്ട് അതിനെ മെയിലിനെ ആക്സസ് ചെയ്യുമല്ലേ, ഇവർ എന്ത് മെയിൽ അയച്ചാലും അപ്പൊ അതിന് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെ അവരുടെ കൺസെന്റ് ഇല്ലാതെ അത് എടുക്കുകയാണെങ്കിൽ അത് വയലേഷൻ ആയിട്ടല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസി ആൻഡ് ലാക്ക് ഓഫ് കണ്ടന്റ് ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്ലാസ്സിന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ എന്താണ്, വിച്ച് കോമ്പിനേഷൻ ബെസ്റ്റ് ഇംപ്രൂവ്സ് സിസ്റ്റം റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി? സിസ്റ്റം റിലയബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ എന്താണ് പറഞ്ഞത്, വൈറസോ അല്ലെങ്കിൽ എറേഴ്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അത് നമ്മുടെ സിസ്റ്റത്തിനെ ഒരിക്കലും അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അൺഓത്തറൈസ്ഡ് ആക്സസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സെക്യൂരിറ്റി ഒരു കൺട്രോൾ ആയിട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ റിലയബിലിറ്റി, ഏത് കണ്ടീഷൻ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുക, ആ കണ്ടീഷനാണ് എന്ത് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താണ് ആന്റിവൈറസ് അല്ലേ, എന്തെങ്കിലും ഫയർവാളോ കാര്യങ്ങളോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക സെക്യൂരിറ്റി പർപ്പസസ് ആയിട്ട്. പിന്നെ റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, പ്രോപ്പർ ആയിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അതാണ് റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. ഇതിനനുസരിച്ച് എന്ത് ഇതുണ്ടെങ്കിലും അതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക, അതാണ് റെഗുലർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ബി, ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിച്ചത്. ഇനിയും ഇതിന്റെ കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം, എന്നാലേ ഇതിന്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അത് നമ്മൾ സിലബസ് എല്ലാം കഴിഞ്ഞിട്ട് പ്രോപ്പർ റിവിഷൻ ചെയ്യാൻ നേരം കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അന്നേരം നമുക്ക് കുറേ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കൂടെ കിട്ടും. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അൺടിൽ ദെൻ ബൈ ബൈ.